ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കരുണ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരികയാണ്. ഡിസ്ചാർജായി വന്നെത്തിയ കരുണയ്ക്ക് മോഹിനിയെ കാണുമ്പോഴേക്കും അങ്ങോട്ട് പെറ്റമ്മയാണ്. എന്നാൽ എന്താ ദേഷ്യം, ഏതാണ്ട് മോഹിനി വിഷം കലക്കി കൊടുത്താണ് അവളുടെ കുഞ്ഞ് മരിച്ചു എന്നുള്ള മട്ടിലാണ് മോഹിനിയോട് പെരുമാറുന്നത്. അങ്ങനെ കരുണ വന്ന് കയറി ഉടനെ തന്നെ മോഹിനി സമാധാനിപ്പിക്കാനായിട്ട് ചെന്നത്, നിങ്ങൾ എന്നെ തുടരുത്, മാറി നിൽക്കും, നിങ്ങൾ 2 പെൺമക്കളെ പ്രസവിച്ചുവെങ്കിലും നിങ്ങളുടെ ഒരു മോളെ നിങ്ങൾക്കുള്ളൂ, മഹാലക്ഷ്മി മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദേഷ്യപ്പെടാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ആക്കിയത്? പക്ഷേ മോഹിനി അവിടെ നിന്ന് കരയല്ലാണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. മോഹിനിക്ക് എന്ത് പറയാനാണ്? ഇത് കരുണയുടെ ഈ ഒരു സംസാര രീതി കേട്ടപ്പോൾ പ്രതാപനും മുത്തശ്ശിക്കും വലിയ സന്തോഷമാണ്. കാരണം മോഹിനിയെ കുറ്റപ്പെടുത്തിയാണല്ലോ കരുണ മോള് പറഞ്ഞതെന്ന് എന്നുള്ളതോർത്ത്. എന്നിട്ട് അകത്ത് കയറി പോവാണ് കേട്ടോ. ആ സമയത്ത് ഉണ്ണി ലാസ്റ്റ് കയറി പോയപ്പോൾ ഉണ്ണിയോട് പറഞ്ഞു, മോനെ നീയെങ്കിലും ഈ തെറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്നും ഇനിയെങ്കിലും മാറി നിൽക്കുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറഞ്ഞു, എന്നാണോ നിങ്ങൾ കുഞ്ഞിലെ മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടൻ നോക്കി നടത്തിക്കൊണ്ടിരുന്നതാണ്. നിങ്ങളുടെ മകൾ എന്നാണോ എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, അതോടുകൂടി എൻ്റെ ജീവിതവും തൊലച്ചു. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചു. ഇതിനെല്ലാം കാരണം അവൾ തന്നെ, മഹാലക്ഷ്മി. നിങ്ങൾ പറ്റുമെങ്കിലൊന്ന് പറയും, ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാണ്ടിരിക്കാനായിട്ട് മഹാലക്ഷ്മിയോട് പറ. അവൾക്ക് എല്ലാവരും അവളുടെ കീഴിലായിരിക്കണം, അടിമകളെ പോലെ നിൽക്കണം. അവളെല്ലാവരും മേളിലും ഈ തലയ്ക്ക് കയറി നിരങ്ങുന്ന അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ നിർത്തി മര്യാദയ്ക്ക് നിൽക്കാനായിട്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളെ മോളായ മഹാലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞാണ് ഉണ്ണി അകത്തോട്ട് കയറി പോകണം കേട്ടോ. എന്നിട്ട് ഈ കരുണയും മുത്തശ്ശിയും പ്രതാപനും ഇങ്ങനെ സംസാരിക്കുകയാണ്. കരുണ അപ്പോഴാണ് ചോദിക്കുന്നത്, എന്നാലും മുത്തശ്ശി ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? നമ്മൾ ആ വിഷം വളരെ പ്ലാൻഡായിട്ട് മഹാലക്ഷ്മിക്ക് കലക്കി അവളുടെ കൈ കൊടുത്തതായിരുന്നല്ലോ, പിന്നെ അതെങ്ങനെയാണ് മാറി മറിഞ്ഞത്? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും മുത്തശ്ശി പ്രതാപം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ഈ മഹാലക്ഷ്മിക്ക് ഒരു ദിവ്യശക്തി കൂടെ ഉണ്ടെന്ന് പറയണത് തെറ്റാണ്. ദിവ്യശക്തി കൂടെ ഉണ്ട് മോളെ. ആ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് അവൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോണതെന്നും. അപ്പോൾ ഉണ്ണിയും വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയും പറയുന്നുണ്ട്, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ കരുണ, നമ്മൾ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവള് പറയുന്ന പോലെ മോഹിനി പറഞ്ഞതാണ്, അന്ന് കരുണമോക്ക് ഉള്ള പൈസ ഫ്രിഡ്ജിൽ വെച്ചു, മഹാലക്ഷ്മിക്കുള്ള പൈസ കയ്യിൽ അവർ കൊടുത്തിരുന്നു. കണ്ണന് മഹാലക്ഷ്മി കുടിക്കാനായിട്ടിരുന്നപ്പോഴാണല്ലോ ഒരു സന്യാസി അവിടെ വന്നു. സന്യാസി തണുത്ത പായസം ചോദിച്ചപ്പോൾ ആ ഫ്രിഡ്ജിൽ ഇരുന്ന് എടുത്ത് കൊടുത്തിട്ട് ഇത് ആ ബൗളിലോട്ട് ഒഴിച്ച് ഫ്രിഡ്ജിൽ പിന്നെ തണുക്കാൻ വെച്ചു കരുണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കരുണയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. കുറച്ച് സമയം അവർ മാറി നിന്നു. അതായത് ഇവർ പായസം കുടിക്കുമ്പോൾ ഇനി മുമ്പിൽ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് മുത്തശ്ശിയും കരുണയൊക്കെ മാറി നിന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അവിടെ അന്നൊരു സന്യാസി വന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർ കണ്ടില്ലായിരുന്നു അങ്ങനെ സന്യാസി വന്നു എന്നുള്ള വിവരമൊക്കെ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, ദിവ്യശക്തി എന്നല്ല, ഇവളുടെ മരിച്ചു പോയ അച്ഛനായിരിക്കും, ആ ഒരു പ്രേതത്തിൻ്റെ ശക്തിയായിരിക്കും ചിലപ്പോൾ ഇവളെ രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പ്രതാപം പറയുന്നു. എന്തായാലും ഉണ്ണി പറഞ്ഞു, ഇനിയാണെങ്കിലും നമ്മൾ കരുക്കൾ നീക്കുമ്പോൾ ശ്രദ്ധിച്ച് കരുക്കൾ നീക്കണം, അല്ലാണ്ട് എടുത്ത് ചാടി ഇപ്പോഴൊന്നും ഇനി ഒന്നും ചെയ്യരുതെന്ന് ഉണ്ണി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർക്കോ, ആ മാനേജർ ഉണ്ടല്ലോ, ടെക്സ്റ്റൈൽസിലെ മാനേജർ, അവനെ ചെന്ന് കണ്ടിട്ട് ഊടുപാടെ അവനെ കൊടുക്കുകയാണ്. നീ പെണ്ണുങ്ങളെ ദേഹത്ത് കൈവയ്ക്കുമല്ലോടാ, എൻ്റെ പെങ്ങളാടാ മഞ്ജു, അവളുടെ കൈക്ക് കയറി പിടിച്ചോടാ നീ എന്ന് ചോദിക്കും. നീ മേഘനാഥൻ പറഞ്ഞിട്ടാണോടാ മഞ്ജുവിൻ്റെ ജോലി കളഞ്ഞതെന്നും പറഞ്ഞ് മാർക്കോ നല്ല കീറ് കൊടുക്കുകയാണ് നമ്മുടെ മാനേജർക്ക്. അതുകൊണ്ട് നീ ആ മഞ്ജുവിനെ നാളെ തന്നെ ഈ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് എടുക്കുകയും വേണം. അത് മാത്രമല്ല, ഇനി ഒരൊറ്റ പെൺകുട്ടികളുടെ അടുത്ത് പോലും നിൻ്റെ ഈ അതിക്രമം, ഈ വൃത്തികെട്ട സ്വഭാവം ഇനി പുറത്തെടുത്തു എന്നറിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. ഈ മാർക്കോ ആരാണെന്ന് നീ അറിയുക. അങ്ങനെ നീ പറഞ്ഞ് വിട്ടതിൻ്റെ പേരിൽ അവിടെ വീട്ടിൽ കയറി ഇരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കില്ലേ, ഇവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ അവൾ അത്തരക്കാരിയാണെന്ന്. അതുകൊണ്ട് അത് തിരുത്തണം. അവൾ ഇനിയും ഈ ടെക്സ്റ്റൈൽസിൽ തന്നെ പണിക്ക് വരണം എന്നുള്ളത് മാർക്കോ പറയണം. അങ്ങനെ മഞ്ജു പിറ്റേ ദിവസം ആ ജോലിക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്തായാലും മഞ്ജു നീ ജോലിക്ക് പോകണം. അത് സാരമില്ല പിന്നെ സാഗർ ഏട്ടാ, കാരണം ആ മേഘനാഥൻ ഇവിടെ വന്ന് നമ്മളെ വെല്ലുവിളി
പിടിച്ചു, നമ്മൾ ഭിക്ഷ തെണ്ടി ജീവിക്കുമെന്ന്. അങ്ങനെയുള്ളവനെ അവൻ പറഞ്ഞ് മുടക്കിയ ആ ജോലിക്ക് തന്നെ എനിക്ക് തിരിച്ചു കയറണം. അപ്പോൾ സാഗർ പറഞ്ഞു, എന്തായാലും നീ അവിടെ ഇനി പേടിക്കണ്ട, ആ മാനേജർ എന്തായാലും നിൻ്റെ മെക്കിട്ട് ഇനി കയറുമെന്നുള്ള വിചാരം വേണ്ട. കാരണം മാർക്കോ നല്ല രീതിയിൽ അവനിട്ട് നല്ല ഡോസും കൊടുത്ത് ഇടിയും കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞ് മഞ്ജു സന്തോഷിച്ച് ചിരിച്ച് അഹങ്കാരത്തോടെയാണ് ടെക്സ്റ്റൈൽസിൽ പോകണം. അവിടെ ചെന്നിട്ട് മാനേജറെ ഒന്ന് കണ്ടിട്ടാണ് നമ്മുടെ മഞ്ജു അകത്തോട്ട് കയറണം. എന്താ സാറിൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒത്ത് ഞാൻ വഴങ്ങണം. എൻ്റെ പൊന്നും മഞ്ജു, എനിക്കൊരു അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണല്ലോ. മഞ്ജു ധൈര്യമായിട്ട് ജോലിക്ക് കയറുമെന്നും പറഞ്ഞ് അയാൾ തൊഴുതു വിട്ട് മഞ്ജുവിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ, ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു രീതിയിലായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കണ്ണന് മഹാലക്ഷ്മിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഈ വൃശ്ചിക മാസത്തിൽ കണ്ണന് ശബരിമലയ്ക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി കുളിച്ച് വൃത്തിയായി വന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടാ നമുക്ക് ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോയി മാല ഇടാന്ന്. അപ്പോൾ ശരി, അതിനെന്താണ്, നമുക്ക് പോകാമെന്നും പറഞ്ഞ് റെഡി ആവണം. അങ്ങനെ കണ്ണൻ കറുത്ത മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വീൽ ചെയറിൽ ഇറങ്ങി വരുമ്പോൾ ദുർഗയും ഉണ്ണി അന്തം വിടുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതെന്താണ് കറുത്ത വേഷത്തിൽ മോനെ നീ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ അമ്മയ്ക്ക് കറുത്ത വേഷം കണ്ടിട്ട് എവിടെ പോകണമെന്ന് തോന്നി? അല്ല, സാധാരണ ഇത് ശബരിമലയ്ക്ക് പോകുമ്പോഴാണ് ഇടുന്നത്, നീ ഇപ്പോൾ ഇടുന്നത് എന്തിനാ? ശബരിമലയ്ക്ക് പോകാൻ. അതെ, നീ എങ്ങനെയാണ് പോണത്? അതെന്താ, എനിക്ക് പോയാൽ ഞാൻ എന്തായാലും ഇക്കൊല്ലം പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഉണ്ണി ചോദിക്കും, ഇതെല്ലാം മഹാലക്ഷ്മിയുടെ ഏട്ടത്തിയുടെ തീരുമാനമായിരിക്കും അല്ലേ? രണ്ട് കാലമുള്ളവർ പോലും പോയിട്ട് തിരിച്ച് വരാൻ പറ്റില്ല, അപ്പോഴാണോ മോനെ നീ ഈ വീൽ ചെയറിൽ പോകണം? അതൊന്നും സാരമില്ല, ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തിരിച്ച് ജീവനോടെ വരണമെന്നുണ്ടെങ്കിൽ വിധി പോലെ ഞാൻ അത് സാധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി മനസ്സിൽ ആലോചിക്കും, എന്തായാലും ഇവൻ ഈ പോക്കിൽ വീൽ ചെയറിൽ ഇരുന്ന് ശബരിമലയ്ക്ക് പോകണമെങ്കിൽ തിരിച്ചെന്തായാലും അവൻ ജീവനോടെ വരില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കണ്ണൻ ചോദിക്കുക, എന്താ ഉണ്ണി നീ ഇപ്പം ആലോചിക്കണത്? അല്ല കണ്ണേട്ടാ, നിങ്ങൾ ഈ വീൽ ചെയറിൽ ഈ മല ചവിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പം നമ്മുടെ മഹാലക്ഷ്മി കടന്ന് റെഡിയായി വരികയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി. അപ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, നീയാണോ മോനെ നിർബന്ധിച്ച് വിടുന്നത്? അപ്പോൾ കണ്ണൻ പറയും, ഞങ്ങളുടെ രണ്ടുപേരുടെയും നേർച്ചയാണ് മല ചവിട്ടണം എന്നുള്ളത്, അതുകൊണ്ട് ആണ് ഞാൻ ഈ നേർച്ചയ്ക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറഞ്ഞ്, കണ്ണേട്ടൻ മാത്രമല്ല പോകുന്നത്, മാർക്കോയും അനന്തു ഏട്ടനും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുർഗയുടെ മുഖമൊക്കെ അങ്ങ് മാറണം. ഓ, അവരെ കൂടെയാണോ? എന്തായാലും രണ്ടുപേർക്കും ഒരു സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ ഈ പോക്ക് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കണ്ണൻ എന്തായാലും തിരിച്ച് വരില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അങ്ങനെ അവർ രണ്ടുപേരും അമ്പലത്തിൽ പോകണം. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ദുർഗയുടെ അടുത്ത്, അമ്മേ അവൻ എന്തായാലും പോയെങ്കിൽ പോട്ടെ, പക്ഷേ പോയി തിരിച്ച് വരില്ല എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. ഈ രണ്ട് വീൽ ചെയറിൽ വെച്ചിട്ട് അവൻ പോയി കഴിഞ്ഞാൽ എത്രത്തോളം അവൻ മല ചവിട്ടു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ അവർക്കറിയില്ലല്ലോ നമ്മുടെ കണ്ണൻ എഴുന്നേക്കാനും മറ്റേ കാലം അനക്കി തുടങ്ങിയെന്നുള്ള കാര്യമൊന്നും ദുർഗയ്ക്കും ഉണ്ണിക്കൊന്നും അറിയില്ല. അങ്ങനെ ഇവർ അമ്പലത്തിൽ പോയ സമയത്ത് ഉണ്ണി ഉടൻ തന്നെ നമ്മുടെ മേഘനാഥനെ വിളിക്കണം. അപ്പോൾ മേഘനാഥനും വാമദേവനും അടുത്തടുത്തിരിക്കുകയായിരുന്നു. എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ണിയുടെ കോൾ. അങ്ങനെ ഉണ്ണിയുടെ കോളെടുത്തപ്പോൾ ഉണ്ണി കാര്യം പറഞ്ഞു, മേഘേട്ട ഇതുപോലെ നമ്മുടെ കണ്ണേട്ടൻ ശബരിമലയ്ക്ക് പോവുകയാണ്, അപ്പോൾ മാല ഇടാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് മേഘൻ വലിയ സന്തോഷമാണ്. അപ്പം മേഘനാഥൻ പറയുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണല്ലോടാ കണ്ണ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഉണ്ണി പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഈ സമയത്ത് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം മേഘേട്ട, കാരണം ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടില്ലെന്ന്. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, നീ സമാധാനപ്പെടറാ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. പിന്നെ കൂടെ ആ മേഘനും മാർക്കോയും പിന്നെ നമ്മുടെ അനന്തവും ഒക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടത്. എന്താണെങ്കിലും ശരി, അവൻ ഈ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ച് ജീവനോട് അവൻ വരില്ല എന്ന് മേഘനാഥൻ പറയുന്നു. അപ്പോൾ അത് കേട്ട് ഉണ്ണിക്കും വലിയ സന്തോഷമാവാണ്. അങ്ങനെ അവർ രണ്ടുപേരും അമ്പലത്തിൽ പോകുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ കണ്ണനെ അമ്പലത്തിൽ ഒരു സൈഡിൽ ആക്കിയിട്ട് മഹാലക്ഷ്മി തൊഴാനായിട്ട് പോകുമ്പോൾ ആ അമ്മയെ നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ മോളേന്ന് വിളിച്ച് അമ്മ വരികയാണ്. അപ്പോൾ അമ്മയെ ഞാൻ ഇവിടെയൊക്കെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിൽ ഓർത്തേ ഉള്ളൂ എന്ന്. അതേ മോളെ, കണ്ണൻ മലയ്ക്ക് പോവാണല്ലേ എന്ന്. അതേ അമ്മേ, അമ്മ എങ്ങനെ അറിഞ്ഞു? മോളെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അമ്മ അതാത് സമയത്ത് അറിയുമെന്ന് പറയുന്നുണ്ട്. അതേ അമ്മയെ, കണ്ണേട്ടൻ മലയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ച് ഇന്ന് മാല ഇടാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, മോളെ ഈ ഒരു ശബരിമല പോക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് നിൻ്റെ ഭർത്താവായ കണ്ണൻ നടന്നായിരിക്കും എന്നുള്ളത് അമ്മ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാര്യം അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വരെ ഒന്നും നടക്കാതിരുന്നിട്ടില്ല. അപ്പോൾ മഹാലക്ഷ്മിക്ക് മനസ്സങ്ങ് നിറഞ്ഞു. അങ്ങനെ മഹാലക്ഷ്മി ഒരുപാട് സന്തോഷമൊക്കെ അമ്മയുടെ അടുത്ത് പ്രകടിപ്പിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ എന്നാൽ കണ്ണേട്ടൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. അമ്മ ഇങ്ങനെ കണ്ടുവന്നു, അമ്മ എന്ത്
എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അതിന് കണ്ണേട്ടൻ ഈ മലയ്ക്ക് പോയി തിരിച്ചു വരുന്നത് നടന്നായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ തോമസ് ഡോക്ടർ പറഞ്ഞ കാര്യം മഞ്ജു ആലോചിക്കുകയാണ്. കാരണം ഈ മണ്ഡലകാലം കഴിയും മുമ്പേ കണ്ണൻ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് തോമസ് ഡോക്ടർ പറഞ്ഞത് മഞ്ജു അന്നേരം ഓർക്കുകയാണ്. അങ്ങനെ ഇന്ന് വരുന്ന എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്, ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. നാളത്തെ വരും എപ്പിസോഡിൻ്റെ പ്രൊമോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.